മോഹൻലാലിൻ്റെതായി ഇനി വരാനിരിക്കുന്ന സിനിമകളെക്കുറിച്ചുള്ള പല റൂമറുകളും നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും ചില സംവിധായകരും നടന്മാരും ഒക്കെ സ്ഥിരീകരിക്കുന്ന ചില റിപ്പോർട്ടുകൾ തരുമ്പോഴാണ് ഇങ്ങനെയും ചില സിനിമകളൊക്കെ നടക്കാറുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു കാര്യം അടുത്തിടെ പറഞ്ഞത് വൈശാഖ് എന്ന സംവിധായകനാണ്. ബോക്സ് ഓഫീസിൽ വലിയ ഫ്ലോപ്പായി മാറിയ മോഹൻലാൽ നായകനായ വൈശാഖ് ചിത്രം മോൺസ്റ്റർ എന്ന ചിത്രത്തിന് ശേഷം വൈശാഖ് വീണ്ടും മോഹൻലാലുമായി ഒന്നിക്കാൻ ഒരുങ്ങുകയാണ്. മോൺസ്റ്ററിന്റെ ക്ഷീണം തീർക്കുമെന്നും മോഹൻലാലിനൊപ്പം പുതിയ സിനിമ വരുമെന്നും വൈശാഖ് തുറന്നു പറയുകയുണ്ടായി. ഒരു അഭിമുഖത്തിലായിരുന്നു വൈശാഖ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. എല്ലാ വിമർശനങ്ങളും ഏറ്റുവാങ്ങി മോഹൻലാലിനൊപ്പമുള്ള എന്റെ അടുത്ത ചിത്രത്തിലൂടെ ആ നഷ്ടം തിരികെ പിടിക്കും. മോഹൻലാലും ഒത്തുള്ളത് ഒരു വലിയ ആക്ഷൻ ചിത്രമായിരിക്കും. സിനിമയുടെ തിരക്കഥ ഇതിനകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. മോഹൻലാലിന്റെ ആശീർവാദ് സിനിമാസ് പദ്ധതിക്ക് പിന്തുണ നൽകുന്നത് എന്നാണ് വൈശാഖ് പറയുന്നത്. മോൺസ്റ്റർ ചെയ്യാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും സംവിധായകൻ പറയുന്നുണ്ടായിരുന്നു. ലോക്ക്ഡൌൺ കാലത്തെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് മോൺസ്റ്റർ ചെയ്യാൻ നിർബന്ധിതനായത്. ചിത്രം ആദ്യം OTTക്ക് വേണ്ടി നിർമ്മിച്ചതാണ്. എന്നാൽ ഒഴിവാക്കാനാകാത്ത ചില കാരണങ്ങളാൽ തിയേറ്ററിൽ റിലീസ് ചെയ്യേണ്ടി വന്നതാണ് എന്നും വൈശാഖ് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇനി മോഹൻലാലുമായി ചെയ്യാൻ പോകുന്നത് പുലിമുരുകനേക്കാളും വലിയ ആക്ഷനുള്ള സിനിമയായിരിക്കുമെന്നും വൈശാഖ് ഒരു സൂചന നൽകിയിരുന്നു. ഇതിപ്പോൾ പറയാൻ കാരണം എന്തെന്നല്ലേ, വൈശാഖ് ഒരുക്കാൻ പോകുന്ന ഈ ചിത്രത്തിന്റെ ഇനിഷ്യൽ ഡിസ്കഷൻ അണിയറയിൽ നടന്നിട്ടുണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഈ പ്രോജക്റ്റ് തന്നെയാണോ എന്നറിയില്ല. എങ്കിലും അടുത്തിടെ നമ്മൾ കേട്ട ഒരു സംഭവമുണ്ട്. ആശീർവാദിന്റെ പ്രൊഡക്ഷനിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന ഒരു സംഭവത്തെക്കുറിച്ച്. ആന്റണി പെരുമ്പാറാണ് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചത്. മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് സിനിമാസും കൈകോർക്കാൻ പോകുന്നു എന്ന കാര്യം. മമ്മൂട്ടി മോഹൻലാൽ നായകരാകുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് ആ ചിത്രവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ്. സംഭവം വൈശാഖാണ് സംവിധാനം ചെയ്യുന്നത്. മമ്മൂട്ടിയും മോഹൻലാലും നായകരായെത്തുന്ന ആശീർവാദിന്റെ പ്രൊഡക്ഷനിലെത്തുന്ന ചിത്രത്തെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ നടന്നു കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. ചിത്രം സംഭവിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള ഫാൻസുകാരുടെ പോസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞു. എന്നാലും ഡിസ്കഷൻ മാത്രമാണ് കഴിഞ്ഞിരിക്കുന്നത്. പ്രോജക്റ്റ് കൺഫേം ഒന്നും ആയിട്ടില്ല. ചിലപ്പോൾ നിയർ ഫ്യൂച്ചറിൽ ഇത് നടന്നേക്കാം എന്ന സാധ്യതയുണ്ട്. ആദ്യഘട്ട ഡിസ്കഷനാണ് നടന്നിരിക്കുന്നത്. വൈശാഖിന്റെ അടുത്ത ചിത്രം എന്ന് പറയുന്നത് പൃഥ്വിരാജ് നായകനാകുന്ന ഖലീഫ എന്ന ചിത്രമാണ്. അതിനുശേഷം മാത്രമേ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ അറിയാൻ കഴിയുള്ളൂ. 2025 പകുതിയോടെ പൃഥ്വിരാജിന്റെ ഖലീഫ എന്ന ചിത്രം നടക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് എന്നതുകൂടി എടുത്ത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വമ്പൻ പ്രോജക്റ്റിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം. അതുകൂടാതെ വൈശാഖിന്റെ ഒരു മോഹൻലാൽ ചിത്രം ഗംഭീര ആക്ഷനിൽ ഒരുങ്ങുന്നു എന്നും പറയപ്പെടുന്നു. ഇത് 2 ചിത്രമാണോ 1 ചിത്രമാണോ എന്നതൊക്കെ വരുന്ന ആളുകളിലെ അറിയാൻ കഴിയുകയുള്ളൂ. അങ്ങനെയും ചില സംഭവങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ ഇങ്ങനൊരു സിനിമ സംഭവിക്കണമെന്നില്ല, ഡിസ്കഷനിലാണ് ഇരിക്കുന്നത്. എന്നാൽ ഉടനെ തന്നെ മോഹൻലാൽ തീർക്കാൻ പോകുന്നത് അദ്ദേഹം കമ്മിറ്റ് ചെയ്ത ചില ചിത്രങ്ങളാണ്. ഇപ്പോൾ എമ്പുരാനിലാണ് മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. എമ്പുരാന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ചിത്രത്തിന്റെ അവസാനഘട്ട ഷെഡ്യൂളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാടാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നത്. എമ്പുരാൻ ഉടനെ തന്നെ തീരും. ഇത് തീർന്നു കഴിഞ്ഞാൽ മോഹൻലാൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് നാളുകളായി ഡിലേ ആയിരുന്ന ഋഷഭ എന്ന ചിത്രം കംപ്ലീറ്റ് ചെയ്യാനാണ്. ഋഷഭ എന്ന ചിത്രത്തിന്റെ മോഹൻലാലിന്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ മോഹൻലാൽ ഒരുങ്ങുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും മോഹൻലാൽ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലേക്ക് ജോയിൻ ചെയ്യുക. ഹൃദയപൂർവ്വം എന്ന ചിത്രം അടുത്ത വർഷം ജനുവരിയിൽ തുടങ്ങുമെന്നുള്ള കാര്യങ്ങൾ അടുത്തിടെ സഹതാരങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ബറോസ് എന്ന ചിത്രം റിലീസിന് മുമ്പായിരിക്കും മോഹൻലാൽ ഋഷഭയിൽ ജോയിൻ ചെയ്യുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. മോഹൻലാൽ ഇനി അഭിനയിക്കാൻ പോകുന്ന ചിത്രങ്ങളും റിലീസും ഒക്കെ സംബന്ധിക്കുന്ന റിപ്പോർട്ടുകൾ.